നമസ്കാരം. കദംബം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ വരുന്ന നവംബർ 5-ന്, അതായത് തുലാം 19-ാം തീയതിക്ക് ഭരണി നക്ഷത്രവും പൗർണമിയും ഒരുമിച്ചാണ് വരുന്നത്. ഈ ദിവസം എല്ലാ ശിവൻ്റെ അമ്പലങ്ങളിലും അന്നാഭിഷേകം നടക്കുന്നതാണ്. അത് ചെന്ന് കണ്ട് തൊഴുതാൽ നമുക്ക് പുണ്യം കിട്ടുകയും അന്നാഭിഷേകത്തിൻ്റെ പ്രസാദം നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖവും മാറും എന്നാണ് വിശ്വാസം. ശിവൻ ബ്രഹ്മാവിൻ്റെ തല വെട്ടിയതും ബ്രഹ്മാവിൻ്റെ തല ശിവൻ്റെ കയ്യിൽ ഒട്ടുകയും അങ്ങനെ ശിവന് ബ്രഹ്മഹത്യ ദോഷം തുടങ്ങുകയും ചെയ്തു. ശിവൻ്റെ കയ്യിലുള്ള ബ്രഹ്മാവിൻ്റെ തല കപാടമായി മാറി. ആ കപാടം മുഴുവൻ അന്നം എന്ന് നിറയുന്നുവോ അന്നാണ് ശിവൻ്റെ ബ്രഹ്മഹത്യ ദോഷം മാറുക എന്നാണ്. അപ്പോൾ ശിവൻ കൈലാസത്തിൽ ചെല്ലുകയും അന്നപൂർണേശ്വരിയായി പാർവതി ആ കപാടം നിറയെ അന്നം നിറയ്ക്കുകയും അങ്ങനെ ശിവൻ്റെ ബ്രഹ്മഹത്യ ദോഷം മാറിയ ദിവസവുമാണ് ഈ തുലാമാസത്തെ പൗർണമി നാളിൽ. അതുകൊണ്ട് തന്നെ തുലാമാസത്തെ പൗർണമി നാളിൽ അന്നാഭിഷേകം ചെന്ന് കണ്ട് തൊഴുന്നത് 1000 ശിവലിംഗം കണ്ടതിൻ്റെ ഫലമാണെന്നും വിശ്വസിക്കുന്നു. അമ്പലത്തിൽ ചെല്ലാൻ പറ്റാത്തവർ അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. 7 തലമുറയ്ക്കും അന്നത്തിന് മുട്ടുവരില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പറ്റുമെങ്കിൽ അമ്പലത്തിൽ ചെന്ന് ഭഗവാന്റെ അന്നാഭിഷേകത്തെ കണ്ട് ദർശിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അന്നദാനം ചെയ്യുന്നതും ഉചിതമായിരിക്കും. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവായ നമഃ.